അപ്പോൾ സേഫർ ആൾത്താവുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു കുറച്ച് ഗപ്പീനെ എടുക്കാൻ ഒരു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗപ്പീനെ എടുക്കണം. നോർമൽ സാൽവാനല്ലേ, നമ്മുടെ നോർമൽ മിക്സ്ഡ് ഗപ്പി കേട്ടോ. നമുക്കാണെങ്കിൽ ഒരു പേര് സോൾട്ടൈൻ്റെ ഒരു ഓർഡർ നടന്നു കേട്ടോ. നമ്മളൊരു മെയിലും ഫീമെയിലും പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞിനെ പോയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു മെയിലുണ്ട് ഫീമെയിലും ഉണ്ട്. പിന്നെ എൻ്റെ ഒരു കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ അമ്പർല ചെടിയില്ലേ, അതും കുറച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് വന്ന ഓർഡർ. അമ്പർല ചെടിയൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അമ്പർല ചെടിയൊക്കെ തരാം. 10 രൂപ തൊട്ടോ പീസ് കൊടുക്കണേ. 10 സൈസ് അനുസരിച്ച് ചെറുതാണെങ്കിൽ 5 രൂപയ്ക്ക് തൊട്ട് നമ്മൾ അമ്പർല ചെടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മീനെ എടുക്കാൻ പോകാം കേട്ടോ. നമ്മൾ പോകണമെങ്കിൽ ഒരു ക്യൂട്ട് വെർഷൻ കണ്ടോ. നല്ല രസമല്ലേ എനിക്ക് കാണാൻ. ഇത് അടുത്തൊരു വീട്ടിലെ ഒരു ഇത്താടെയായിരുന്നു കേട്ടോ. നമ്മുടെ ബന്ധത്തിലുള്ള പിന്നെ പിള്ളേരെല്ലാവരും കൂടി നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ടോ മീനെ എടുക്കാനായിട്ട്. അതെ, അതിനൊരു കപ്പായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കൂടുതലും ഗൗരിയുടെ കുഞ്ഞാണേ. തീറ്റ കൊടുത്തുള്ളായിരുന്നു കേട്ടോ. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാട്ടോ മീനെ പിടിച്ച്. പിന്നെ ഗൗരിയുടെ കുഞ്ഞാണ് കൂടുതലും കിട്ടിയത്. കാരണം വെച്ചാൽ നമ്മൾ ഗപ്പീനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഗൗരിയുടെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഗൗരിയുടെ കുഞ്ഞുങ്ങളെ കുറച്ച് പിടിച്ചിട്ടോ. ഒരുപാടൊന്നും പിടിച്ചില്ല, ഒരു 3-4 എണ്ണം. പിന്നെ ഗപ്പീനെ കുറേ അധികം പിടിച്ചിട്ടോ. അവർ വളർത്തുന്ന ആടാണേ, 2 എണ്ണം ഉണ്ടേ. ഒരു ക്യൂട്ടാട്. അപ്പോൾ ഗൗരിയുടെ കുഞ്ഞിനെ കൊടുക്കാനുണ്ടെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഗൗരിയുടെ കുഞ്ഞ് വേണമെങ്കിൽ പറയാട്ടോ. ഗൗരിയുടെ കുഞ്ഞ് വിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് തമിഴ്നാട്ടിലും ഗൗരിയാണ്. ഇതിനകത്ത് ഗപ്പി നമുക്ക് തുറന്നു വയ്ക്കാം, വലയിട്ട് വെച്ചേക്കാം. അപ്പോൾ ഏറും കയറിക്കോളും, മീൻ ചാടാതെ ഇരിക്കും കേട്ടോ. എന്നിട്ട് പായലുണ്ട്. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, നാളെ രാവിലെ സെറ്റ് ചെയ്യാം. ഓക്കെ. മീനതേ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, മാറ്റിയിട്ടില്ല. അപ്പോൾ കോഴീനെ തുറന്നു വിട്ടുള്ളൂ. നമുക്ക് അതിനെ തുറന്നു വിട്ടിട്ട് നമുക്ക് മീനിനെ സെറ്റാക്കാം കേട്ടോ. ഗൗരിയുടെ കുഞ്ഞുണ്ട് കേട്ടോ. ഗപ്പീനെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് ഇന്നത്തോടെ വിട്ടേ ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്നലെ കൊണ്ടുവന്നതിനെ കൂടെ വിടാം കേട്ടോ. നമുക്ക് 2 കല്ലൊക്കെ ഇറക്കി. അന്നൊരു രാത്രി ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പോയില്ല കേട്ടോ, അന്നേരം സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ പിടിച്ച് ഇതിനകത്ത് കേൾക്കാം, വലിയതിനകത്ത് കിടക്കട്ടെ കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളും വലിയതും അത്യാവശ്യം നന്നായിട്ട് കിടന്നോളും. മുകളിൽ വലയിടാണ്ട്. പിന്നെ ഗൗരിനെ നമുക്ക് തൽക്കാലം ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. ഇതിനകത്ത് കിടന്നോളും. ഇതിനകത്ത് മറ്റേ വരാലിൻ്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. അമ്മ വിഷയമില്ല. അമ്മത് കേട്ടോ ഈ ഓസിൻ്റെ ഇടയിലും കല്ലിൻ്റെ ഇടയിലൊക്കെ കേട്ടോ അമ്മ ഇരിക്കണം കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് മറ്റേ ഇതിനകത്ത് കിടക്കുന്ന ഗൗരിയുടെ കുഞ്ഞാട്ടോ, അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇതും അല്ലേ. അമ്മത് ഇതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ അത് ഗൗരിയുടെ ആ സെയിം ഗൗരിയുടെ അക്കീറും ഗൗരിയുടെ കുഞ്ഞിനെ കേട്ടോ. അതും കണ്ടില്ലേ, കുഞ്ഞാണ് ഗൗരിയുടെ അല്ലേ. അതിനകത്ത് വിടാം. നമ്മളാ ഗപ്പിനെ അതിനകത്ത് എല്ലാത്തും ഇതിനകത്ത് തന്നെ ആക്കി കേട്ടോ. കാരണം കുഴപ്പമില്ല, അത്രയും കല്ലും പ്ലാന്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ. ഇനി കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇറങ്ങിയിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. അവിടെ ഗൗരി ഇവിടെ നടക്കുന്നുണ്ട്. 3 ഫിഷ് താഴെയുണ്ട്. സോട്ടയിലൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒരു പച്ച കളറാണ് കേട്ടോ. അതുപോലെ നമ്മുടെ അല്ലേ ഗൗരിയും വരാലും എല്ലാം ഒന്നിച്ച് കിടക്കുന്നുണ്ട്, കുഴപ്പമില്ല. ചാടിപ്പോരിക്കാൻ വേണ്ടി അടിക്കണം വെച്ചാണേ. പക്ഷേ നമ്മൾ ഇങ്ങനെയായിട്ട് വെച്ചാന്ന് വെച്ചാൽ ഒരു സൈഡ് പോലും പറ്റില്ല കേട്ടോ ചാടിപ്പോരിക്കാൻ. ആ വരാലുവിന് ചാടിപ്പോട്ടോ. നമ്മുടെ ഈ അക്യൂറിയും മറ്റേ അക്യൂറിയും കാലിയാടത് ആ പാത്രങ്ങൾ കാലിയാണ്. നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് ആ ബാക്കിലേക്കൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പം ഷോർട്സ് വീഡിയോ ആയിട്ടും അല്ലാതെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പാർട്ടായിട്ട്, അതായത് നമ്മൾ ഇതിന് മുന്നേ വീഡിയോ കണ്ടവർക്കറിയാം, ഇതിപ്പോൾ 3-ാമത്തെ പാട്ടം കണ്ടോ. അപ്പോൾ ആ വീഡിയോയുടെ ബാലൻസായിട്ട് തുടർച്ചയായിട്ടാണ് ഇതെല്ലാം വരുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ആദ്യം മീനെല്ലാം മാറ്റുന്നത് കണ്ടു അപ്പുറത്തിൻ്റെ ഈ സൈഡിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ വരാൽക്കുഞ്ഞിനെ മേടിക്കണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സോട്ടയിൽ മാറ്റി. പിന്നെ നമ്മൾ മറ്റേ ചൂണ്ടിട്ട മീനെ കൊണ്ട് വിട്ട് നോക്കി.
അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വീഡിയോ ആണ് നമ്മൾ പുതിയ ഇവരുടെ കുഞ്ഞുങ്ങളെയും കുറച്ച് ഗപ്പീനെയും മേടിക്കണം കേട്ടോ. അപ്പോൾ അതൊരു പാട്ടാണ്. നമുക്ക് അടുത്ത വിശേഷം എത്രയും പെട്ടെന്ന് തന്നെ പറയാം. അതുപോലെ ബൈ.